പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ 1 ലക്ഷം രൂപ വരെ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ, അതുമാത്രമല്ല ഒരു രീതിയിലുള്ള വരുമാനം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റോ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ നൽകാതെ ഉടനടി വായ്പ ലഭ്യമാക്കുന്ന ഒരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ് ട്രൂ ബാലൻസ് എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ. ഈ ട്രൂ ബാലൻസ് എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷന്റെ ലെവൽ 8 ലോൺ നിങ്ങൾക്ക് ലൈവായിട്ട് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന വരെയുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കാരണം പലരും അപ്ലൈ ചെയ്തിട്ട് ലോൺ കിട്ടാത്തത് അവർ തെറ്റ് വരുത്തുന്നതുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നതിൽ. അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വായ്പയ്ക്ക് അപേക്ഷിക്കുക. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും മറ്റ് ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ അംഗീകാരത്തോടും പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തികച്ചും സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഇതിനു മുമ്പ് ഞാൻ വായ്പ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ലെവൽ 8 ലോൺ ആണ്. കുറച്ചും കൂടെ ഹയർ ലോൺ എമൗണ്ട് നമുക്ക് ലഭ്യമാകും. നിരവധി ഫേക്ക് ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷനുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ 1 ലക്ഷം രൂപ വരെ ലഭ്യമാക്കുന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാൻ സാധിക്കും. ആദ്യമേ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്ത് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്ന വരെയുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അതിനുശേഷം എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ആർക്കൊക്കെ ഈ വായ്പ ലഭിക്കും, അതുപോലെ തന്നെ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തുടങ്ങിയ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയേണ്ട മുഴുവൻ വിവരങ്ങളും, തിരിച്ചടവ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. എന്റെ പേര് ക്ലിൻസ് രാജ് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷന്റെ ഫ്രണ്ട് പേജ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിരവധി ഓഫർ, ഇലക്ട്രിസിറ്റി, ഗ്യാസ് സിലിണ്ടർ, ഡീറ്റെയിൽസ്, അങ്ങനെ നിരവധി സേവനങ്ങൾ അവർ നൽകുന്നുണ്ട്. അതിന്റെ താഴെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ലോൺ ത്രൂ RBI ലൈസൻസ്ഡ് NBFC, അതായത് ഇവർ RBI ലൈസൻസ്ഡ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ്ഡ് നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്ന് മാത്രമാണ് ഇവർ വായ്പ നൽകുന്നത്. അത് ഏതൊക്കെയാണ് NBFCകളെന്ന് കാണാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ഇവർക്ക് വായ്പ നൽകാനും പലിശ ഈടാക്കാനും ഉള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തികച്ച് സേഫ് ആണ് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ ലഭിക്കാൻ. ഓക്കെ, ട്രൂ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഗ്രോ മണി ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി, അതുപോലെ ഇൻക്രെഡ് ഫിനാൻസ്, അതുപോലെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുവാൻ സാധിക്കും മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ്, അസോസിയേഷൻ വിത്ത് ട്രൂ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വിവറി ക്യാപിറ്റൽ ലിമിറ്റഡ്, ഇങ്ങനെ തുടങ്ങിയ NBFC നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്നാണ് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ കിട്ടുന്നുണ്ട്. തന്നെ നമുക്ക് 100% സേഫ് ആണ് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാം. ഞാൻ തന്നെ നിരവധി തവണ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ബാക്കിലോട്ട് പോവാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്സ്. ഇതിനു മുമ്പ് വായ്പകൾ എടുത്തതിൻ്റെ NOC, നമുക്കറിയാം ഒഴിമുറി സർട്ടിഫിക്കറ്റ്, അത് കിട്ടണമെങ്കിൽ ഡൗൺലോഡ് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനു മുമ്പ് വായ്പ എടുത്തവർക്കാണ് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാഷ് ലോൺ, ലെവലപ്പ് ലോൺ. ഈ ക്യാഷ് ലോൺ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വായ്പ ലഭിക്കുന്നതാണ് ക്യാഷ് ലോൺ. അതുപോലെ തന്നെ ലെവലപ്പ് ലോണിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. പക്ഷേ ഇവരുടെ 15,000 രൂപ വരെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യമേ എടുത്ത വായ്പകളൊക്കെ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ക്യാഷ് ലോണിന് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഇൻകം പ്രൂഫും ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും നൽകേണ്ടി വരും. കാരണം അതൊരു ഹൈ എമൗണ്ട് ആണ് നൽകുന്നത്. എന്നാൽ ലെവലപ്പ് ലോണിൽ നമുക്ക് ഒരു രീതിയിലുള്ള ഇൻകം പ്രൂഫോ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ നൽകേണ്ട ആവശ്യമില്ല. കുറച്ച് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് അതൊക്കെ ഞാൻ ഫൈനലി ഈ വായ്പ എടുത്ത് കാണിച്ചതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഇൻകം പ്രൂഫോ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിങ്ങൾക്ക് നൽകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കിനി ലെവലപ്പ് ലോൺ ആണ് എടുക്കേണ്ടത്. അവിടെയാണ് ഇൻസ്റ്റന്റ് ഡിസ്ബേഴ്സലും, അതുപോലെ തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ, അതുപോലെ ഒരു രീതിയിലുള്ള ഇൻകം പ്രൂഫോ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ നൽകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ലെവലപ്പ് ലോണിൽ നമുക്ക് അപ്ലൈ നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ആവുന്നിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ലെവൽ 8 എനിക്ക് 14,387 രൂപയാണ് അവർ ലോണായിട്ട് തന്നിരിക്കുന്നത്. 14,387 രൂപ. അപ്രൂവ്ഡ് ഇൻ 5 മിനിറ്റ്സ്. നമുക്ക് KYC ഡോക്യുമെന്റ്സ് മാത്രം നൽകിയാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ ആ ഹിസ്റ്ററിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് എടുത്ത ലോണുകളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്ന് ബാക്കിലോട്ട് പോയി നമുക്ക് ഒന്നും കൂടെ അതിനെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഗെറ്റ് ദിസ് ലോൺ എന്നുള്ളത് കാണാം. നിങ്ങൾക്ക് താഴെ കാണാം ലെവൽ 11 ലോൺ എന്ന് കാണാം. ലെവൽ 11 ലോണ് അവിടെ 1 ലക്ഷം രൂപ വരെയാണ് നമുക്ക് വായ്പ. അത് നമ്മൾ ഈ എടുക്കുന്ന വായ്പകളൊക്കെ കൃത്യമായിട്ട് തിരിച്ചടച്ചാലേ ആ ലോൺ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെറ്റ് ദിസ് ലോൺ എന്നെടുത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗെറ്റ് ദിസ് ലോൺ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ലോൺ എമൗണ്ട് 1000 രൂപ മുതൽ 14,387 രൂപയ്ക്കുള്ളിലുള്ളൊരു തുക നമുക്ക് എടുക്കുവാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക എടുക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ലോൺ ഓഫർ ആയിരിക്കും വരുന്നത്, വേറെ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇവിടെ 14,350 രൂപയാണ്. പലിശ 4% ഓൺവേഡ്സ് ആണ്. 4% ഓൺവേഡ്സ് ആണ് പലിശ. 3 മാസത്തെ തിരിച്ചടവ് ലഭ്യമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 14,387 രൂപ തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ 1000 രൂപ മുതൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ആ ലോൺ ഓഫർ തന്നതിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം ഓഗസ്റ്റ് 6 ഫസ്റ്റ് EMI, രണ്ടാമത്തെ EMI അടയ്ക്കേണ്ടത് സെപ്റ്റംബർ 6, മൂന്നാമത്തെ EMI അടയ്ക്കേണ്ടത് ഒക്ടോബർ 6, 2024. അങ്ങനെ 3 EMIയിൽ നമ്മൾ തിരിച്ചടവ് നടത്തണം. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ നൗ എന്ന് താഴെ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ എൻട്രി ചെയ്യണം കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ റിജക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അപ്ലൈ നൗ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം
വാട്ട് ദ ലോൺ പർപ്പസ്, നിങ്ങൾ എന്തിനാണ് ഈ ലോൺ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് എന്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പർപ്പസുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വാട്ട് ഈസ് യുവർ മാരിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, വാട്ട് ഈസ് യുവർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ്, നിങ്ങളുടെ ഹൗസ് ടൈപ്പ്, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്, അത് നിങ്ങൾ എൻ്റർ ചെയ്യുക. റെൻറ്റഡ് ആണെങ്കിൽ റെൻറ്റഡ് എന്ന് കൊടുക്കുക, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റിന് കിട്ടത്തില്ല കേട്ടോ, അതുകൊണ്ട് സ്റ്റുഡൻ്റ് ഒന്നും കൊടുക്കല്ലേ. ഹൗസ് വൈഫ് ആണെങ്കിൽ ഹൗസ് വൈഫ് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലി കൊടുക്കുക. അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് റെഗുലർ എംപ്ലോയി ആണ്, കോൺട്രാക്റ്റൽ എംപ്ലോയി ആണ്, ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ഹൗ ലോങ് യു ബി ഇൻ വർക്കിംഗ്, നിങ്ങൾ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. വാട്ട്സ് ദ നെയിം ഓഫ് യുവർ കമ്പനി ഓർ ഷോപ്പ്, നിങ്ങളുടെ കമ്പനിയുടെ പേര് എന്താണ്, നിങ്ങളുടെ കമ്പനിയുടെ സ്വഭാവം എന്താണ്, വാട്ട് ഈസ് യുവർ ജോബ്, നിങ്ങളുടെ ജോബ് എന്താണ്, ഏത് പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഹൗ മച്ച് ഈസ് യുവർ ആവറേജ് മന്ത്ലി ഇൻകം, നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് കുറഞ്ഞത് 25,000 രൂപയെങ്കിലും കൂടുതൽ വരുമാനം വേണമെന്ന്. അത് നിങ്ങളുടെ ഫാമിലി ഇൻകം ആണ്, നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം വരുമാനം 25,000 രൂപയെങ്കിലും വേണം. പക്ഷേ വരുമാനം നമ്മളോട് ചോദിക്കുന്നില്ല, ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ലാത്തതുകൊണ്ട് അതൊന്നും അവർ ചെക്ക് ചെയ്യത്തില്ല. ഹൗ മച്ച് ഈസ് യുവർ ആവറേജ് മന്ത്ലി ഇൻകം, ഓക്കെ അത് നിങ്ങൾ കൊടുക്കുക. വെൻ ഡു യു റിസീവ് യുവർ മന്ത്ലി ഇൻകം, എന്നാണ് നിങ്ങളുടെ സാലറി വരുന്നത് അത് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഹൗ ഡു യു റിസീവ് യുവർ ഇൻകം, ബാങ്ക് അക്കൗണ്ട് ആണോ, ചെക്കായിട്ടാണോ, ക്യാഷ് ആയിട്ടാണോ നിങ്ങളുടെ ഇൻകം വരുന്നത്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്യുന്നത് അത് കൊടുക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് കൊടുക്കുകയാണ്. ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ലോൺ ബിഫോർ, നിങ്ങൾ ഇതിന് മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മുടെ വെരിഫൈഡ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. ഓൾറെഡി ഞാൻ ഇമെയിൽ IDയും എൻ്റെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് എടുത്ത ലോണുകളിൽ, അതുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി കാണുന്നത്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം യുവർ ലോൺ ഈസ് അണ്ടർ ഇവാലുവേഷൻ, വി ഹാവ് റിസീവ്ഡ് ലോൺ ആപ്ലിക്കേഷൻ, പ്ലീസ് വെയിറ്റ് ഫോർ എ വൈൽ. ഇതിന് താഴെ നിൽക്കണം നോട്ടിഫൈ മീ വെൻ ഇറ്റ്സ് അപ്രൂവ്ഡ് എന്നുള്ളത് കാണാം. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. നോട്ടിഫൈ മീ വെൻ ഇറ്റ്സ് അപ്രൂവ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലോൺ ഇൻ പ്രോഗ്രസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ അപ്രൂവ്ഡ്, ഇറ്റ് വിൽ ബി അപ്രൂവ്ഡ് സൂൺ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്, ഒരു ഇൻകം പ്രൂഫ് ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. റീഫ്രഷ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലൊരു വന്നത്, ഷെയർ യുവർ സെൽഫി. അതായത് നമ്മുടെ ഒരു സെൽഫി ഇവർക്ക് അപ്ലോഡ് ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മളാണ് ഈ അപേക്ഷിക്കുന്നതിന് അവർക്ക് അറിയണം, അതിനുവേണ്ടിയാണ് സെൽഫി നമ്മൾ അവിടെ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു സെൽഫി അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ സി ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഡു നോട്ട് വിയർ മാസ്ക് ധരിക്കൽ, ഗ്ലാസ് ധരിക്കൽ, മെയിൻറ്റെയിൻ ഗുഡ് ലൈറ്റിംഗ് ഓൺ യുവർ ഫേസ്, നല്ലൊരു ലൈറ്റ് ഉണ്ടായിരിക്കണം, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ സെൽഫി എടുക്കുകയാണ്. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ അപ്രൂവ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ സെൽഫി എടുത്ത് കഴിഞ്ഞ് ഇനിയും പിന്നെയും വന്നിരിക്കുന്ന ഇൻ പ്രോഗ്രസ്, വെയിറ്റിംഗ് ഫോർ അപ്രൂവ്ഡ്, ഇറ്റ് വിൽ ബി അപ്രൂവ്ഡ് സോൺ എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കൺഗ്രാജുലേഷൻസ് യുവർ ലോൺ ഹാസ് ബീൻ അപ്രൂവ്ഡ്, എൻ്റെ ലോൺ അപ്രൂവ്ഡ് ആയെന്ന് കാണിച്ചിട്ടുണ്ട്. ഞാനത് റീഫ്രഷ് ചെയ്തപ്പം കാണിച്ചു. അപ്പോൾ സി ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ ലോഡിംഗ് യുവർ ലോൺ ഡീറ്റെയിൽസ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം യുവർ ലോൺ ആർ അപ്രൂവ്ഡ്, ചൂസ് ദ ഫൈനൽ ലോൺ ടു ട്രാൻസ്ഫർ ബേസ്ഡ് ഓൺ യുവർ ക്രെഡിറ്റ് സ്കോർ. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 2 ലോണുകളാണ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ക്യാഷ് ലോൺ 6 EMI, അത് 25,000 രൂപ കിട്ടും. അതിൻ്റെ പലിശ നിരക്ക് 4.08%. ലെവലപ്പ് ലോൺ ആണെങ്കിൽ 14,387 രൂപയാണ് കിട്ടുന്നത്. അതിൻ്റെ പലിശ 4.2%. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ലോൺ എടുക്കാം. ക്യാഷ് ലോൺ ആണെങ്കിൽ ഹയർ എമൗണ്ട് നമുക്ക് ലോൺ എമൗണ്ട് കിട്ടും. ലെവലപ്പ് ലോൺ ആണെങ്കിൽ 14,387 രൂപ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് വലിയ ലോൺ എമൗണ്ട് ഒന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ ലെവലപ്പ് ലോൺ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യുവർ ലോൺ ഈസ് അപ്രൂവ്ഡ്, റിസീവ് നൗ എന്നുള്ളത് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം അതിൻ്റെ EMI ആണ് 6 ഓഗസ്റ്റ്, 6 സെപ്റ്റംബർ, 6 ഒക്ടോബർ, എല്ലാ മാസം 6-ാം തീയതിയാണ്. കാരണം ഞാൻ എൻ്റെ സാലറി ഡേറ്റ് 5 ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 6 ഇതിൻ്റെ തിരിച്ചടവ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യത്തത് പ്രിൻസിപ്പൽ എമൗണ്ട് 4,932, പലിശ കാണാൻ സാധിക്കും. ആദ്യത്തെ EMIയിൽ പലിശ 662 രൂപയാണ് വരുന്നത്, രണ്ടാമത്തെ 481 രൂപയും, മൂന്നാമത്തെ EMIയിൽ 224 രൂപയാണ് പലിശയായിട്ട് വരുന്നത്. പലിശ അത്രയും കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, ഇത് ഡിമെൻഷിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, അത് പലിശ കുറഞ്ഞു വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഫിക്സ്ഡ് അല്ല. ചിലരൊക്കെ ഡൗട്ട് ചോദിക്കും ഡിമെൻഷിങ് ആണോ ഫിക്സ്ഡ് ആണോ, ഇത് ഡിമെൻഷിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം നമ്മൾ ഈ എഗ്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് അക്സെപ്റ്റ് ദിസ് ഓഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ടിന് IFSC ഇവിടെ കാണിക്കും. ഓൾറെഡി ഞാൻ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ റിസീവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ്, ദ ലോൺ വിൽ ബി ഡിസ്ബേസ്ഡ് സെൻഡിങ് ടു യുവർ അക്കൗണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ ലോൺ അയച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പം ഇവിടെ എനിക്ക് തിരിച്ചടവ് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയില്ല. അത് 2 മണിക്കൂറായിട്ടും അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയില്ല. പക്ഷേ ഞാൻ അടയ്ക്കേണ്ട EMIയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ 14,387 രൂപയാണ് ലോൺ എടുത്തത്, പക്ഷേ എനിക്ക് തിരിച്ചടയ്ക്കേണ്ടത് 16,820 രൂപയാണ്. ഏകദേശം 2,000 രൂപയും മേളിൽ ഞാൻ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും പലിശയൊക്കെ ആവും, കാരണം ഒരു ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ്, അവർക്ക് പലിശ കൂടുതലായിരിക്കും. അപ്പം വലിയ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ലോൺ തരുമ്പോൾ ഇത്ര ഒരു പലിശ ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഇച്ചിരി ഒരു പലിശ കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. 14,387 എടുത്തപ്പോൾ ഞാൻ തിരിച്ചടക്കേണ്ടത് 16,820 രൂപയാണ് ടോട്ടൽ തിരിച്ചടക്കേണ്ടത്.
നിങ്ങൾക്ക് മേളിൽ കാണാം ലോൺ എഗ്രിമെൻ്റ് എന്ന് പറയാം. ഇപ്പോൾ 2 മണിക്കൂറായി ഞാൻ ലോൺ എടുത്തു. ആ ലോൺ എഗ്രിമെൻ്റ് എടുത്തുള്ള നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ ലോൺ ഡിസ്ബേഴ്സൽ ലെറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ മെറ്റ് ചാർജുകൾ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസ് അവർ കാണിക്കും. എന്തൊക്കെ ചാർജുകൾ അവർ ഈടാക്കി. അതുപോലെ തന്നെ വിവൃതി capital.com എന്ന NBFC ആണ് ഈ ആപ്ലിക്കേഷൻ മുഖേന എനിക്ക് വായ്പ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ആ ലോൺ അഗ്രിമെൻറ്റ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയി. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കൊരു മെയിലും വന്ന് അവരിൽ നിന്നൊരു കൺഫർമേഷൻ ലെറ്റർ വന്നു. അപ്പം പലരുടെയും സംശയമാണ് വായ്പ എടുത്തു കഴിഞ്ഞാൽ ഉടൻ വായ്പ ലഭിക്കുമോ എന്ന്. ഇല്ല, വായ്പ എടുത്തേണ്ട 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2.5 മണിക്കൂറോളം എടുത്ത് എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകാൻ. അപ്പോൾ ആരും പേടിക്കേണ്ട. ചിലർക്ക് 48 അവർ വരെ എടുക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകാനെന്ന് അറിയുന്നുണ്ട്. അതുകൊണ്ട് എടുത്ത ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. 48 മണിക്കൂർ നിങ്ങൾ കാത്തിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാമെന്നുള്ളത്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ഞാൻ ഇച്ചിരി സ്പീഡിനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ, അധികം നീട്ടിക്കൊണ്ട് പോകണ്ട എന്നോർത്താണ് ഇച്ചിരി സ്പീഡിന് പറയുന്നത്. ഇനി ആർക്കാണ് ഈ വായ്പയ്ക്ക് എലിജിബിലിറ്റി എന്ന് നോക്കാം. 18 വയസ്സിന് മുകളിൽ നിങ്ങൾ നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വായ്പ ലഭിക്കും. നല്ലൊരു സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ ഏകദേശം 700 മുകളിലെങ്കിൽ സിബിൽ സ്കോർ എങ്കിലേ അത് നല്ലൊരു സിബിൽ സ്കോർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ സിബിൽ സ്കോർ എങ്ങനെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാം, എന്താണ് സിബിൽ സ്കോർ തുടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കേണ്ടത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കും. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ പറഞ്ഞു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ രീതിയിലുള്ള അങ്ങേയത്തോടും പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരത്തില്ല. കാരണം ഞാൻ തന്നെ നിരവധി തവണ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്ന വായ്പകൾ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും. സിബിൽ സ്കോർ കുറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഒരു വായ്പയും ലഭ്യമാകാതെ വരും. ഒരു ബാങ്കുകളും വായ്പ നൽകാതെ വരും. അതുകൊണ്ട് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. ഈ ആപ്ലിക്കേഷനിൽ ആവശ്യമായ ഡോക്യുമെന്റ്സ് ആണ് ആധാർ കാർഡ്, പിന്നെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ ഇൻകം പ്രൂഫോ. ഞാൻ ഇപ്പോൾ എടുത്ത ലെവൽ ലോൺ ആവശ്യമില്ല. എന്നാൽ ക്യാഷ് ലോൺ എടുക്കുന്നതെങ്കിൽ ആധാർ കാർഡിന്റെ കൂടെ പാൻ കാർഡിന്റെ കൂടെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ഇൻകം പ്രൂഫും നിങ്ങൾക്ക് നൽകേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അതുപോലെ നിങ്ങളുടെ ബാങ്കിലുള്ള നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം മതി ഈ ആപ്ലിക്കേഷനിൽ നിന്ന് 1 ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ ലഭ്യമാകാൻ. അപ്പോൾ എടുത്ത ഉടൻ തന്നെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടണമെന്നില്ല. നിങ്ങളുടെ സിബിൽ സ്കോർ ഒക്കെ പരിഗണിച്ച് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ആകത്തുള്ളൂ. പക്ഷേ എടുത്ത വായ്പകൾ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു തുക നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ കിട്ടുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെ നിങ്ങൾക്ക് വായ്പ എടുക്കാം എന്നുള്ളൊരു ഈ ആപ്ലിക്കേഷൻ ജെനുവിൻ ആണെന്നും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് എങ്ങനെ വായ്പ എടുക്കാമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്. ഞാൻ സ്വന്തമായിട്ട് വായ്പ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.